ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നലെ വാങ്ങിച്ച ചെടികൾ ബാക്കി അണ്ടേ നമ്മൾ റോസ ഇങ്ങനെയുള്ള ലില്ലി എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതൊന്നും നമുക്ക് പൂക്കുന്നില്ലായിരുന്നു. കുറേ നാളായിട്ട് ഇരിക്കുകയാണ് ആന്തൂറിയൊക്കെ, പക്ഷെ പൂക്കുന്നേ ഇല്ല. അന്നേരം നമ്മൾ ഇന്നലെ ഈ ചെടി വാങ്ങിക്കാൻ നേരത്ത് നമ്മൾ അവരോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഫ്ലവറിങ് ഒക്കെ വരാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് അവർ സജസ്റ്റ് ചെയ്ത ഒരു ഇതാണ് കേട്ടോ, മിറാക്കിൾ 20 എന്ന് പറഞ്ഞിട്ട്. ലിറ്ററിനകത്ത് ഇതിനകത്ത് 1 സ്പൂൺ ഇട്ടാൽ മതി, എന്നിട്ട് സ്പ്രേ ചെയ്ത് വിടണം, വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യണം. അങ്ങനെയുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി ഈ ചെടി നമ്മളിന്നലെ വാങ്ങിച്ചിട്ട് ഇതുവരെയും വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വെച്ചതേ ഉള്ളൂ. നമ്മളിന്ന് ചെടിച്ചട്ടിയിലോട്ടാക്കണം. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ പൂക്കുന്നത് പ്രത്യേകം എടുത്തിങ്ങനെ മാറ്റി വെച്ചേക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയുള്ളതും ഇങ്ങനെ മാറ്റി വെച്ചേക്കാണ്. അന്നേരം ഇവർക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. 15 ദിവസം ഇടവിട്ട് ഇത് സ്പ്രേ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബാക്കിയമ്മ എന്ത് ചെയ്യേ? ബാക്കിയമ്മ എന്തോ നോക്കുവാ? ചെടികളൊക്കെ നോക്കുവാണോ? ബാക്കിയമ്മേ, ആക്ച്വലി നമുക്കിപ്പം ലീവൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഗാർഡനിങ്ങിലോട്ടൊന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചെടികളൊക്കെ ഇന്നലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇലച്ചെടികളാണ്, വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിയാൽ മതി. പിന്നെ ഇതിനകത്ത് ഓർക്കിഡുണ്ട്, യെല്ലോ കളറാണ്. അതും നമുക്കിന്ന് ഈ മരുന്ന് ഒഴിച്ചൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെയും കുറച്ച് ഇലച്ചെടികൾ തന്നെയാണ് ഉള്ളത് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമ്മൾ വളമൊക്കെ നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇടുന്നതാണ്. അങ്ങനെയാണ് ഇട്ട് പോകുന്നത്. ആക്ച്വലി ഈ ചെടി നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പം 3 വർഷമാവുന്നു. ഒരു വട്ടം മാത്രമേ നമുക്ക് പൂത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വെയിലത്തെല്ലാം വെച്ച് നോക്കി, അന്നേരം ഇങ്ങനെ കരിയുന്നതല്ലാതെ അത് പൂക്കുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ ഇത് ഇപ്പം ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് മൂട്ടീന്ന് പിന്നെ മേലോട്ട് സ്പ്രേ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഇലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തേക്കാം. മണമാണ്, കെമിക്കലിൻ്റെ മണമൊന്നുമല്ല, ഒരു ഫ്ലവറിൻ്റെ മണമാണ് ഈ ഒരു ഇതിന് വരുന്നത്. എല്ലാത്തിനും നമ്മൾ അടിച്ച് നമ്മൾ പിന്നെ അടുത്ത 15 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാം. ബൈ.